നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജൻറ്റീനയുടെ മാർച്ച് മാസത്തിലെ ഫ്രണ്ട്ലി മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് ചില അലാമുകളിൽ പോയിരുന്നു, ചില ആശങ്കകൾ ഉണ്ടാവുന്നു. ഇത് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ അർജൻറ്റീൻ മാധ്യമങ്ങൾ കൂടി ആശങ്ക പ്രകടിപ്പിക്കുകയാണ്. TYC സ്പോർട്സ് വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അർജൻറ്റീൻ ദേശീയ ടീമിൻ്റെ മത്സരങ്ങൾക്ക് പ്രശ്നമുണ്ട്. ചൈനയിൽ നടക്കുന്ന ഫ്രണ്ട്ലീസ് റിസ്കിലാണുള്ളത് എന്നാണ്. കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായിട്ട് നടക്കുന്ന ഫ്രണ്ട്ലി മത്സരങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ അലാം മുഴങ്ങിക്കഴിഞ്ഞു. ചൈനയിലാണ് ഫ്രണ്ട്ലി മത്സരങ്ങൾ അർജൻറ്റീന കളിക്കാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാർച്ചിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് 2 കളികളാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ആഫ്രിക്കൻ വമ്പന്മാരായിട്ടുള്ള നൈജീരിയക്കെതിരെയും ഐവറി കോസ്റ്റിനെതിരെയുമാണ് കളികൾ. ആ 2 ടീമുകളുമാണ് ഇപ്പോൾ ആഫ്കോണിൻ്റെ ഫൈനൽ കളിക്കാൻ പോകുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പോൾ കരുത്തരോടുള്ള കളിയാണ്. അർജൻറ്റീനയ്ക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചൈനയിൽ അർജൻറ്റീന കളിക്കും എന്നുള്ളത് ജനുവരി മാസത്തിൽ AFA ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള കാര്യം കൂടിയാണ്. 2 വെന്യൂകളും പ്രഖ്യാപിച്ചിരുന്നു. ഹാങ്ഷോയിലും അതുപോലെ ബീജിങ്ങിലുമാണ് മത്സരങ്ങൾ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ചൈനീസ് മാധ്യമങ്ങളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മത്സരങ്ങൾ ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ്. ഹോങ്കോങ്ങിൽ ലിയോ മെസ്സി കളിക്കും എന്ന് നേരത്തെ പ്രഖ്യാപിക്കുകയും അങ്ങനെ ഇന്റർ മയാമിയുടെ ടീം അവിടെ എത്തുകയും പരിശീലനത്തിൽ മെസ്സി പങ്കെടുക്കുകയും 10,000-40,000 ആളുകൾ പരിശീലനം കാണാൻ എത്തുകയും ഒക്കെ ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം മെസ്സി കളിച്ചില്ല. അത് വലിയ രൂപത്തിൽ വിവാദങ്ങളിലേക്ക് വഴിവെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം കൂടി നടക്കുന്നത് എന്നാണ് ചൈനീസ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. അത് ഏറ്റുപിടിച്ച് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ അതേ പ്രശ്നം കൃത്യമായിട്ട് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കാര്യം ഗൗരവമാണ് എന്നുള്ളത് വ്യക്തമാവുകയാണ്. TYC സ്പോർട്സ് പറയുന്നത് AFAയുടെ പ്രസിഡന്റ് ക്ലോഡിയോ ടാപ്പിയ ഈ ഒരു റൂമറുകളിൽ ഇപ്പം വളരെയധികം അവെയറാണ്. അദ്ദേഹത്തിന് അറിയാം ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. പക്ഷേ ഒഫീഷ്യലായിട്ട് ഇതുവരെ മത്സരങ്ങൾ ക്യാൻസൽ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇനി അഥവാ ഈ മത്സരങ്ങൾ ക്യാൻസൽ ചെയ്യപ്പെട്ടാലും ഇത് അർജൻറ്റീനയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, കളിച്ചേ പറ്റൂ എന്നാണ് അർജൻറ്റീന ഇപ്പോൾ ആലോചിക്കുന്നത്. കാരണം കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായിട്ടുള്ള വളരെ തുച്ഛം ചില മത്സരങ്ങളിൽ 2 കളികളാണിത്. അപ്പോൾ അത് നഷ്ടപ്പെടുത്താൻ എന്തായാലും സാധിക്കില്ല. അതുകൊണ്ട് വെന്യൂ മറ്റെവിടേക്കെങ്കിലും മാറ്റി കളിക്കാനുള്ള ആലോചന കൂടി അർജൻറ്റീൻ ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്നു എന്നാണ് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ളൊരു ചോദ്യം, ആരാണ് ഇവിടെ യഥാർത്ഥത്തിലുള്ള തെറ്റുകാർ? ഇതിലിപ്പം ലിയോ മെസ്സിയെ കുറ്റപ്പെടുന്നതിൽ അർത്ഥമുണ്ടോ? പരിക്കാണ് മെസ്സിക്ക്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഹോങ്കോങ്ങിൽ കളിക്കാൻ പറ്റിയില്ല. ഇത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടിരുന്നത് ആരാ? മെസ്സിക്കെതിരെ അല്ല രോഷം പറയേണ്ടത്, മറിച്ച് ഇന്റർ മയാമിയുടെ അധികൃതർക്കെതിരെയാണ്. അവരാണ് ഈ കാര്യം കൃത്യമായിട്ട് ഹോങ്കോങ്ങിൽ അവിടുത്തെ ഈ ഒരു ഓർഗനൈസേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടിയിരുന്നത്. ഡേവിഡ് ബെക്കാം അടക്കമുള്ള ഇന്റർ മയാമിയുടെ തലപ്പത്തിരിക്കുന്നവരാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടിയിരുന്നത്. നമുക്കറിയാം, ഏഷ്യയിലേക്ക് വരുമ്പോൾ മെസ്സിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം 87 മിനിറ്റ് അൽ ഹിലാലിനെതിരെ കളിച്ചതാണ്. പിന്നെയാണ് പ്രശ്നം ഉണ്ടായത്. റിയാദ് സീസൺ കപ്പിൽ ഒരു 10 മിനിറ്റെങ്കിലും അദ്ദേഹം അവസാനം കളിക്കാൻ ഇറങ്ങുകയും ചെയ്തു, 10 മിനിറ്റിനടുത്ത സമയം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹോങ്കോങ്ങിലെ ആരാധകരും അദ്ദേഹം കളിക്കുമെന്ന് പ്രതീക്ഷിച്ചതാണ്. അതുണ്ടായില്ല. കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് നടത്താതിരുന്നത് ഇന്റർ മയാമി തന്നെയാണ്. പിന്നെ നോക്കുക, ജപ്പാനിൽ പോയിട്ട് അവിടെയും കളിച്ചു 1 മണിക്കൂർ. ആകെ കളിക്കാതിരുന്നത് ഹോങ്കോങ്ങിൽ മാത്രം. അതാണ് അവരെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. മയാമിയുടെ ഈ മിസ്കമ്മ്യൂണിക്കേഷൻ കൊണ്ട് അർജൻറ്റീൻ ഫുട്ബോൾ ടീമിന് പ്രശ്നമുണ്ടാവുക എന്നുള്ളത് ഒട്ടും ഗുണകരമായിട്ടുള്ള കാര്യമല്ല. അതിലെ വീഴ്ച മെസ്സിക്കല്ല, മറിച്ച് മയാമിക്കാണ് എന്നത് സുവ്യക്തമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.